أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ആരോഗ്യകരമായ അവസ്ഥയുണ്ടാകുക എന്നത്. അതൊരു കുഞ്ഞിന്റെ ജനനം മുതൽ തന്നെ ആരോഗ്യകരമായ അവസ്ഥയിൽ ഒരു കുഞ്ഞ് നമുക്കെല്ലാവർക്കും ജനിക്കുന്നു എന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. ആ ആരോഗ്യകരമായ അവസ്ഥ ഏതെങ്കിലും ഡോക്ടർമാരുടെ മിടുക്ക് കൊണ്ടോ ഏതെങ്കിലും ഹോസ്പിറ്റലുകളുടെ കഴിവുകൊണ്ടോ ഏതെങ്കിലും ഭൗതികമായ സംവിധാനങ്ങൾ കൊണ്ടോ ലഭിക്കുന്ന ഒന്നല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അപാരമായ അവന്റെ അനുഗ്രഹത്താൽ നമുക്ക് നൽകുന്ന ഒന്നാണ്. എന്നാൽ ആരോഗ്യകരമായ പ്രയാസമുള്ള മക്കളും കുറച്ചാളുകൾക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ആ പ്രയാസമുള്ള മക്കൾ ഉണ്ടാകുന്നത് ആരോഗ്യമുള്ള മക്കളുള്ള നമ്മളൊക്കെ വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് നന്ദി കാണിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അങ്ങനെയുള്ള മക്കളെ ലഭിച്ചതിന് ശേഷം അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിൽ ആ മക്കളെ വളർത്താനുള്ള സംസ്കാരം അവർക്ക് നൽകാനും. വിശുദ്ധ ഖുർആൻ പറയുന്നത് വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാത്തികും ലാ തഅലമൂന ശൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്ന സമയത്ത് നിങ്ങൾ ഒന്നും അറിയാത്ത ആളുകളായിരുന്നു. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ. അങ്ങനെ അല്ലാഹുവാണ് നിങ്ങൾക്ക് കേൾവിയും നിങ്ങൾക്ക് കാഴ്ചയും നിങ്ങൾക്ക് ചിന്തയും നിങ്ങൾക്ക് ഹൃദയവും ഒക്കെ നൽകിയത് അല്ലാഹുവാണ്.
ലഅല്ലക്കും തഷ്കുറൂൻ, അത് നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ വേണ്ടിയാണ് എന്നതാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ ഈ കുഞ്ഞിന് കാഴ്ചശക്തി ഉണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. എന്നാൽ സ്വാഭാവികമായി ചില ശബ്ദങ്ങളോട് പ്രതികരിക്കാത്ത ഒരു കുട്ടിയാകുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകുന്നു. ഡോക്ടർമാർ സ്വാഭാവികമായി കൊണ്ട് അതിന് ഹിയറിംഗ് സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തും. അങ്ങനെ ആ ടെസ്റ്റിലൂടെ ഈ കുട്ടിക്ക് കേൾവിയുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാനുള്ള കഴിവാണ് അവർക്കുള്ളത്. കേൾവിയില്ലാതായ ഒരു കുട്ടിക്ക്, അത് പൂർണ്ണമായി ഇല്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൂർണ്ണാവസ്ഥയിൽ അത് തിരിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് മാത്രമാണ് സാധിക്കുന്നത്, വേറെ ആർക്കും സാധിക്കുന്നില്ല. കാഴ്ചയുള്ള ഒരു ശക്തി കുട്ടിയാണോ അല്ലേ? സ്വാഭാവികമായി പ്രകാശങ്ങളോട് പ്രതികരിക്കാത്ത, ഉമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയുണ്ടാകുമ്പോൾ കണ്ണിന്, കാഴ്ചക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ഒരു ആശങ്ക നമ്മിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ, ആ കുഞ്ഞിന് ശരിയായ കാഴ്ചയും കേൾവിയും ഹൃദയവും നൽകുന്നവൻ അല്ലാഹുവാണ്. ലഅല്ലക്കും തഷ്കുറൂൻ, അത് നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ മനുഷ്യർക്ക് അവന്റെ ജനനം മുതൽ ആരോഗ്യകരമായ അവസ്ഥയുണ്ടാകുക, മരിക്കുന്നതുവരെ ആരോഗ്യകരമായ അവസ്ഥയിൽ നിലകൊള്ളുക എന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സലുല്ലാഹ അൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് ക്ഷമയ്ക്കു വേണ്ടിയും ശരീരത്തിന്റെ സൗഖ്യത്തിനു വേണ്ടിയും അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഫഇന്ന അഹദൻ ലം യുഗ്ത ബഅദൽ യഖീനി ഖൈറും മിനൽ ആഫിയ, ഒരു മനുഷ്യൻ അള്ളാഹു വിശ്വാസത്തിന് ശേഷം, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ആ അനുഗ്രഹം തനിമയാർന്ന, തെളിമയാർന്ന, ശിർക്ക് കലരാത്ത, ബഹുദൈവ വിശ്വാസമില്ലാത്ത ശുദ്ധമായ ആദർശവും വിശ്വാസവും ലഭിക്കുക എന്നതാണ്. അതിനുശേഷം ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ശരീരത്തിന് സൗഖ്യവും ആരോഗ്യവും നൽകുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തുള്ള, സന്തോഷമുള്ള, സൗഖ്യമുള്ള, ആരോഗ്യമുള്ള ഒരവസ്ഥ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റബ്ബേ എന്ന പ്രാർത്ഥന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായി ജീവിക്കുക എന്നത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഉറക്കം കഴിഞ്ഞ് നേരം വെളുത്ത് ആരോഗ്യകരമായി എഴുന്നേൽക്കുന്നു, ബാത്റൂമിലേക്ക് പോകുന്നു, മലമൂത്ര വിസർജനം സുഗമമായി നടക്കുന്നു, ഉളുവെടുക്കുന്നു, പള്ളിയിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇത് വലിയ സംഭവമാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല, ഇത് വലിയ കാര്യമാണ്. കാരണം മനുഷ്യന്റെ ശരീരം എന്നത് ചെറിയ ഒരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി മനുഷ്യ ശരീരത്തിന്റെ ചലനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ശരീരത്തെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിന്റെ ഒരവയവത്തിന്റെയും നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല. ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ? ലക്ഷക്കണക്കിന് പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലല്ലല്ലോ ഒന്നും നമ്മുടെ കയ്യിലല്ല. നമ്മളെ തലച്ചോറിലേക്ക് പോകുന്ന രക്തത്തിന്റെ പ്രവാഹത്തിൽ ഒരു 3 മിനിറ്റ് കുറവ് വന്നാൽ, ആ കുറവ് വരുന്നതോടുകൂടെ ആ തലച്ചോറിലേക്ക് എത്തേണ്ട ആ രക്തത്തിന്റെ കുറവ് കാരണത്താൽ അവിടെ ഓക്സിജന്റെയും ഗ്ലൂക്കോസിന്റെയും അളവ് കുറഞ്ഞുപോയി കഴിഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് ഒരു മനുഷ്യന് സ്ട്രോക്ക് സംഭവിക്കുന്നു. വെറും 3 മിനിറ്റ് കൊണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ ശരീരത്തിൽ നടക്കുന്ന ഈ രക്തത്തിന്റെ വളരെ സുഗമമായ പ്രവാഹം, അത് ഒരേ അളവിൽ, അത് കുറഞ്ഞാൽ ഇതാണ് അവസ്ഥ. അപ്പൊ കുറച്ച് കൂടിയാലോ?
കൂടിയാൽ അതിനേക്കാൾ വലിയ അപകടാവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നാം അറിയുന്നേയില്ല നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം. നാം ഇവിടെ ഇരിക്കുന്നു, ഞാനിവിടെ പ്രസംഗിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു, സുഗമമായി നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. വലിയ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ആരോഗ്യത്തോടുകൂടി ജീവിക്കുക എന്നതാണ് വലിയ അത്ഭുതം. കാരണം നമ്മുടെ നിയന്ത്രണത്തിലല്ല നാം ആരോഗ്യ ദൃഢഗാത്രരായി നാം ജീവിക്കുന്നു. ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് നമ്മുടെ ഈ മിടിപ്പ് ഒന്ന് കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളൊരു 20-25 സെക്കൻഡ് കൊണ്ട് നമുക്ക് ബോധക്ഷയം സംഭവിക്കാം. അത് 1 മിനിറ്റിലേക്ക് എത്തിയാലോ നമ്മുടെ മസ്തിഷ്ക കോശങ്ങൾക്ക് പതിയെ നാശങ്ങൾ കടന്നു വരും. അതൊരു 3-4 മിനിറ്റ് ആയാൽ അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു കോമാവസ്ഥയിലേക്ക് എത്തും, അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തും. അപ്പൊ നമ്മൾ എത്ര നിസ്സാരരാണ്, നാം നിസ്സാരരാണ്. അപ്പോൾ നാം ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തുന്നു. ഇത് വലിയ അനുഗ്രഹമാണ്. ഇത്ര നിസ്സാരരായ മനുഷ്യരാണ് വാശികാട്ടി നടക്കുന്നത്. ഇങ്ങനെ വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ പോലും 2-3 മിനിറ്റ് കൊണ്ട് ശരീരത്തിന്റെ ചലനങ്ങളിൽ മാറ്റം സംഭവിച്ചാൽ മരണമോ കോമാവസ്ഥയിലോ ചലനമോ നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ വാശികാട്ടി നടക്കുന്നു, പിണങ്ങി നടക്കുന്നു, സലാം പറഞ്ഞ് ആരെങ്കിലും വന്നാൽ തന്നെ ഒരു താല്പര്യമില്ലാതെ സലാം അടക്കുന്നു, വർഗീയതയുമായി കൊണ്ട് ജീവിക്കുന്നു. എത്ര വിഡ്ഢിയാണ് മനുഷ്യനെന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നാം നിസ്സാരരാണ്. ആ നിസ്സാരതയിൽ നിന്ന് ആലോചിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം എന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചിരുന്ന ചില പ്രാർത്ഥനകളിലെ ഒരു പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ആഫാനി ഫീ ജസദി, ആ അല്ലാഹു എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകി, ആഫിയത്ത് നൽകി, സൗഖ്യം നൽകി, സുഖം നൽകി. വറദ്ദ അലയ്യ റൂഹി, എന്റെ റൂഹിനെ, എന്റെ ആത്മാവിനെ, എന്റെ ജീവനെ എനിക്ക് തിരിച്ചു നൽകി. വഅദിന ലീ ബിദിക്രി, ആ അല്ലാഹുവിനെ സ്മരിക്കാനുള്ള അനുമതിയും ആ അല്ലാഹു എനിക്ക് നൽകി. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി. അല്ലാഹുവേ, സർവസ്തുതിയും നിനക്കാണ്. എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകിയ നിനക്ക്, എന്റെ ജീവനെ, എന്റെ ജീവിതത്തെ, എന്റെ റൂഹിനെ എനിക്ക് തിരിച്ചു നൽകിയ നിനക്കാണ് അല്ലാഹുവേ സർവസ്തുതിയും. നിന്നെ സ്മരിക്കാനുള്ള അനുമതി, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിനെ സ്മരിക്കാൻ കഴിയൂല. അല്ലാഹുവേ, എനിക്കൊരു പുതിയ ദിവസം കൂടി നീ നൽകി എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ, ഇങ്ങനെ ചിന്തയുള്ള, ഇങ്ങനെ ഓർമ്മയുള്ള, ഇങ്ങനെ കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ രാവിലെ ബാങ്ക് കേൾക്കുമ്പോ സന്തോഷവാനായി എഴുന്നേൽക്കും. എന്നിട്ട് അയാൾ പ്രാർത്ഥിക്കും, ഒന്നുകിൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, സർവസ്തുതിയും നിനക്കാണ്. മരണത്തിന് ശേഷമാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്, നിന്നിലേക്കാണ് ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി. അല്ലാഹുവേ, എന്റെ ശരീരത്തെ നീ എനിക്ക് തിരിച്ചു നൽകി, ആരോഗ്യമുള്ള അവസ്ഥയിൽ, സ്ട്രോക്ക് ഇല്ലാതെ, കിഡ്നി നഷ്ടപ്പെടാതെ, മരണമില്ലാതെ, അസുഖമില്ലാതെ, ബുദ്ധിയോടെ, വിവേകത്തോടെ, ആരോഗ്യ ദൃഢഗാത്രനായി ഞാനിതാ എഴുന്നേറ്റിരിക്കുന്നു. റബ്ബേ, എന്റെ ആത്മാവിനെ, എന്റെ ജീവനെ നീ എനിക്ക് തിരിച്ചു നൽകി, നിന്നെ ഓർക്കാനുള്ള അനുവാദവും നൽകി. ഇങ്ങനെ ചിന്തയുള്ള ഒരു മനുഷ്യൻ നമ്മൾ ആലോചിച്ച് നോക്കൂ. പിന്നെ അയാള് ഒന്ന് പള്ളിയിലേക്ക് പോകൂലേ? പോകണ്ടേ? നമ്മൾ നിസ്സാരരല്ലേ? ഒരു 30 സെക്കൻഡ്, 1 മിനിറ്റ്, 3 മിനിറ്റ് കൊണ്ട് ജീവിതം തന്നെ അവസാനിക്കുന്ന ആ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വളരെ ദുർബലനായി കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്.
നമുക്കൊക്കെ ഇടക്ക് ഇങ്ങനെ തോന്നുന്നതാണ് നമ്മൾ ഭയങ്കര സംഭവമാണ്. പക്ഷെ നമ്മളെ സൃഷ്ടിച്ച റബ്ബ് അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ കുറിച്ച് പറഞ്ഞത് നാം വളരെ ദുർബലാവസ്ഥയിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് നമ്മെ സൃഷ്ടിച്ച റബ്ബ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ പറയുന്നത്, നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ആളുകളാണ് നമ്മൾ. അപ്പോ അള്ളാഹുവിനെ ഓർക്കാൻ ഈ ആരോഗ്യത്തിൽ നാം ശ്രദ്ധിക്കണ്ടേ എന്നതിനെ കുറിച്ചാണ് നാം ഉറ്റാലോചിക്കേണ്ടത്. ആലോചന എന്നത് സത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യർ, നമ്മളടക്കം, ഞാനടക്കം, നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിൽ നിന്ന് പരാജയപ്പെടാനുള്ള കാരണം എന്താ? നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. പറയാത്തതോ കേൾക്കാത്തതോ കൊണ്ടോ അല്ല, നമ്മൾ ചിന്തിക്കുന്നില്ല പല കാര്യങ്ങളും. നമ്മുടെ നിസ്സാരതയെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഒന്നോ രണ്ടോ ഒരുപാട് മക്കൾ നമുക്കൊക്കെ ഉണ്ടാവും. ഈ മക്കളൊക്കെ ഉള്ള നമ്മള് ഇങ്ങനെ ഒരു വയസ്സിൽ തന്നെ അല്ലെങ്കിൽ 6 മാസമാകുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഇങ്ങനെ ആ കുട്ടിയുടെ മരണം വരെ ഈ ഉമ്മക്ക് എത്ര പ്രായമാകുന്നു അത്രയും കാലം ഈ അസുഖബാധിതയായ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട, പടച്ചോനെ എനിക്ക് 4 കുട്ടികൾ, ഞങ്ങൾ 10 കുട്ടികൾ അല്ലെങ്കിൽ 5 കുട്ടികൾ, 11 കുട്ടികൾ, 12 കുട്ടികൾ, ഇതൊന്നും ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിക്കാനാണ് അങ്ങനെ ഒരു കുട്ടിനെ അള്ളാഹ് അവിടെ കൊടുത്തത്. അത് ഒരു മോശമായതുകൊണ്ടല്ല, നമ്മൾ ആലോചിക്കാനാണ്. അതുകൊണ്ടാണ് അതിന്റെ എണ്ണം കുറച്ചത്. നമ്മൾ ആലോചിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച്, നമ്മുടെ അവസരങ്ങളെ കുറിച്ച് മനുഷ്യർ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണമെന്നാണ്. അപ്പോൾ നമുക്ക് അള്ളാഹു ആരോഗ്യം നൽകിയിട്ടുണ്ട്. അവിടെ നാം ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ആരോഗ്യം നൽകിയ അള്ളാഹു എനിക്ക് അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ട് എന്റെ ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ഞാൻ ചിലവഴിക്കരുത് എന്നത് ഓരോ മുസ്ലിമും ചിന്തിക്കേണ്ട ഒന്നാണ്. ആരാണ് ആരോഗ്യം നൽകിയത്? ആരാണ് ചിന്ത നൽകിയത്? ആരാ പണം നൽകിയത്? ആരാ സ്വാധീനം നൽകിയത്? ആരാ ജോലി നൽകിയത്? ആരാ സമ്പത്ത് നൽകിയത്? അള്ളാഹുവാണ്. രണ്ടാമതൊരു ഉത്തരം നമുക്കില്ല. അള്ളാഹുവാണ് നൽകിയത്. എന്നാൽ അങ്ങനെ ചിന്തിക്കാതെ അപകടകരമായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്ന മനുഷ്യർ സമൂഹത്തിൽ ഉണ്ടാകും. അതിൽ ഏറ്റവും അപകടകരമായ ഒരു കാഴ്ചപ്പാടാണ് കാര്യങ്ങൾ കേട്ടതിന് ശേഷം, അറിഞ്ഞതിന് ശേഷം, മനസ്സിലായതിനു ശേഷം നന്നാകാം എന്ന് തീരുമാനിക്കുകയും ആ നന്നാകുന്നതിനെ നീട്ടിവെക്കുകയും ചെയ്യുന്ന ആളുകൾ. വലിയ അപകടമാണ്. നന്നാകാം, ശരിയാകാം, നന്നാകും, ക്ലിയർ ആകും, പക്ഷെ ടൈം നീട്ടും. ഈ ടൈം എന്നോ നീട്ടൽ തുടങ്ങിയതാ. 15-ാം വയസ്സിൽ നീട്ടതായിരിക്കും. അത് 20 ആയി, 20 കുറച്ചും കൂടി നീട്ടി 25 ആയി, 25 കുറച്ചും കൂടി നീട്ടി 30 ആയി, 40, 50 ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ നീട്ടിപ്പോവുകയാണ്. ഇതിന്റെ ഒരു അപകടം എന്താണെന്നറിയോ? ഇതിന്റെ ഒരു അപകടം നമ്മൾ സമൂഹത്തിൽ തന്നെ ഒന്നിങ്ങനെ പരിശോധിച്ചാൽ മതി. എല്ലാം അറിഞ്ഞിട്ടും നന്നാകാത്ത മനുഷ്യന്മാരും ഒന്നും അറിയാതെ പെട്ടെന്ന് നന്നായി വന്ന ആളുകളെയും നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ജീവിതത്തിൽ ഒരുപാട് വൃത്തികേട് ചെയ്ത മനുഷ്യന്മാരുണ്ടാവും. പക്ഷെ അവര് ചിലപ്പോൾ പറയും, ഒന്നും അറിയില്ലായിരുന്നു, ഒന്നും കേട്ടിട്ടില്ലായിരുന്നു, ഒന്നും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ അവർ കേട്ടപ്പോൾ, അറിഞ്ഞപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ അവരൊരു മാറിയിട്ടുണ്ട്. ആ മാറലിനോടടുത്ത് മാറാൻ ഈ അറിഞ്ഞിട്ടും മാറാത്ത ആളുകൾക്ക് കഴിയില്ല. അറിയാത്ത കാലത്ത് അറിഞ്ഞപ്പോൾ മാറിയവർ, കേൾക്കാത്ത കാലത്ത് കേട്ടപ്പോൾ മാറിയവർ, ആദർശത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു, പക്ഷെ മനസ്സിലാക്കിയപ്പോൾ മാറി. അവര് മാറുന്നത് ഒരു 1.5 മാറ്റമായിരിക്കും. പക്ഷെ അറിഞ്ഞിട്ട്, കേട്ടിട്ട്, പറഞ്ഞിട്ട് മാറാത്ത ആളുകൾ, അത് വലിയ അപകടമാണ്. അതിന്റെ അപകടം ഖുർആൻ പറയുന്നതെന്നറിയോ? വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗത്തെ, സന്മാർഗ്ഗത്തെ അറിഞ്ഞതിന് ശേഷം അതിനോട് വിരുദ്ധത കാണിച്ച് ജീവിക്കുന്ന ആളുകൾ, വിശ്വാസികളുടെ പാതയിൽ നിന്ന് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം തിരിഞ്ഞു നടക്കുന്ന ആളുകൾ, അവരെങ്ങോട്ടാണോ തിരിഞ്ഞത് ആ തിരിഞ്ഞതിലേക്ക് അവരെ ഞാൻ സഞ്ചരിപ്പിക്കും. വനുസ്ലിഹി ജഹന്നം, അവസാനം നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. വസാഅത്ത് മസീറ, ആ മനുഷ്യരുടെ മടക്കം എത്ര മോശമാണ്. അത് അറിഞ്ഞതിന് ശേഷം നന്നാകാത്ത ആളുകളുടെ അവസ്ഥയാണ്. എന്താ? ഒരറിഞ്ഞിട്ടുണ്ട്, ടൈം നീട്ടിയതാണ്. കുറച്ചു കാലം കൂടെ, കുറച്ചുകൂടി കഴിയട്ടെ, ഒന്നുകൂടി ആകട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകൾ മാറാൻ സാധ്യത കുറവാണ്.
എന്നാൽ പെട്ടെന്ന് അറിഞ്ഞു മാറിയവരോ അവർ മാറും. അപ്പോൾ നാം ചിന്തിക്കേണ്ട ഒന്ന്, നാം അറിയുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളോട് പരമാവധി നീതി പുലർത്തിക്കൊണ്ട് ജീവിക്കുക എന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അതാണ് നമ്മുടെ ആരോഗ്യമുള്ള അവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട ഒന്ന്. രണ്ടാമത്തേത്, സംതൃപ്തിയോടുകൂടി നന്മകൾ ചെയ്യുക എന്നതാണ്. അതിലെ സമാധാനം ഉണ്ടാവും. നമ്മളൊരു കാര്യം, ഇപ്പൊ നമ്മുടെ ഒരു കച്ചവടം, ഒരു ബിസിനസ്, നമ്മൾ ഏർപ്പെടുന്ന ഒരു മേഖല, അത് നന്നാക്കി തീർക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രമിക്കുന്നുണ്ട്. നല്ല കോച്ചിങ് ക്ലാസ്സുകളുണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സുകളുണ്ട്, നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. എന്നാലും 10,000, 15,000, 20,000 ഒക്കെ കൊടുത്ത് 2 മണിക്കൂറിനാണ് കൊടുത്ത് ഇരുന്ന് കൊടുക്കണം. ഇത് നടത്തുന്ന ആള് കച്ചവടം നടത്തണമെന്നൊന്നും ആവില്ല, അയാളുടെ കച്ചവടത്തായിരിക്കും. എന്നാലും നമ്മൾ അതിന്റെ മുന്നിൽ പോയി ഇരുന്ന് കൊടുക്കണം. എന്താ അറിയാം, ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കാൻ, ഒന്നുകൂടെയൊക്കെ സ്റ്റാഫിനൊന്ന് കൈകാര്യം ചെയ്യാണ്ട്, ഒന്നുകൂടെയൊക്കെ ബിസിനസ് ഒന്ന് മെച്ചപ്പെടുത്താനുണ്ട്. അപ്പൊ നമുക്ക് നാം ഏർപ്പെടുന്ന മേഖലയിൽ സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, സമാധാനത്തോടെ, ലാഭകരമായി അതിനെ മുന്നോട്ട് നയിക്കണമെന്ന ആഗ്രഹമുണ്ടല്ലോ. ആ ആഗ്രഹം നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ നമുക്ക് വേണം. അതാണ് ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. സുബഹിയുടെ ബാങ്ക് ഇങ്ങനെ കേട്ടു, നമ്മള് 5 മണിക്ക് അല്ലെങ്കിൽ 4:45 അലാറം വെച്ചു, അല്ലെങ്കിൽ അതിലേറെ നേരത്തെ അലാറം വെച്ചു. അപ്പൊ അലാറത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ നമുക്ക് അതിനോടൊരു പ്രയാസം ഉണ്ടാകില്ല. അതൊരു പ്രത്യേകമായ സ്റ്റേജാണ്. ആ പ്രയാസം ഉണ്ടാകാതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ച സമയമാണ്. ആ തിരക്ക് പിടിച്ച സമയത്ത് ജമാഅത്ത് നമസ്കാരത്തിന് എത്തപ്പെടുക എന്നത് നമുക്കൊരു പ്രയാസം ഉണ്ടാകരുത്. നമ്മൾ നമ്മുടെ സമ്പത്തിൽ നിന്ന് ചിലവഴിക്കുന്നതിൽ നിന്ന് നമുക്കൊരു പ്രയാസം ഉണ്ടാകരുത്. കാരണം അതാണ് നമുക്കുള്ളത് അതാണ്. ബാക്കിയുള്ളൊന്നും ഇവിടെ നമുക്കുള്ളതല്ല. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, നിങ്ങൾ കഴിച്ചത്, നിങ്ങൾ കുടിച്ചത്, നിങ്ങൾ ധരിച്ചത്, അതേ നമുക്കുള്ളതുള്ളൂ. അതന്നെ കംപ്ലീറ്റ് ഉണ്ടോ? ഇല്ല. അതന്നെ ശരിക്കും നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഇങ്ങനെ താങ്ങി നിർത്തിയ വയറ് ശരിക്കും തടവി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരുന്നത് നമുക്കുള്ളതല്ല, നമ്മളതല്ല, പുറത്തുപോയി. നമുക്കുള്ളത് നാം ചെയ്യുന്നതാണ്. ആ ചെയ്യുന്നത് സംതൃപ്തിയോടുകൂടി ചെയ്യുക എന്നതാണ്. അപ്പൊ നമ്മള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പ്രവാചകൻ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കും. നമുക്കെന്നത് കേൾക്കുമ്പോൾ ഒരു പ്രയാസം അങ്ങനെ തോന്നും. പക്ഷെ നബിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്ത്? ഹത്താ തതഫത്തറ ഖദമാഹു, നബിയുടെ 2 കാൽപാദങ്ങളും ഇങ്ങനെ എഴുന്നേറ്റ് നമസ്കരിച്ചത് കാരണത്താൽ നീര് വരും. അപ്പൊ ആയിഷ ബീവി പ്രവാചകനോട് ചോദിക്കും, ലിമ തസ്നഉ യാ റസൂലല്ലാഹ്, എന്തിനാണ് റസൂലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പ്രവാചകരെ നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരേണ്ടേ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അഫലാ അകൂനു അബ്ദൻ ശകൂറ, ഞാൻ നന്ദി കാണിക്കുന്ന ഒരു അടിമയാകണ്ടേ? അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് നമുക്ക് എന്താ തോന്നുന്നത്? നബി ഇങ്ങനെ രാത്രി എഴുന്നേൽക്കും, നബിയാണല്ലോ, എന്നിട്ട് ഇങ്ങനെ ഇടങ്ങേറാകെ നബി, എന്തോ ഒരു പ്രയാസല്ലേ നബിക്ക്. പക്ഷെ നബിക്ക് തോന്നിയിട്ടില്ല. നബിയുടെ കാലിൽ നീരിങ്ങനെ വരുമ്പോ നബിക്ക് ഇങ്ങനെ സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നബി പിന്നെ ഇരുന്ന് നിസ്കരിക്കുന്ന. അപ്പോ പ്രവാചകന് ഇങ്ങനെ കാലിൽ നീര് വന്ന് നമസ്കരിക്കുക എന്നത് ഒരു പ്രയാസമല്ല, മറിച്ചോ ഒരു സന്തോഷമാണ് പ്രവാചകൻ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളാകെ നിർവഹിക്കുന്നത് ഒരു പക്ഷേ 5 വക്ത് നമസ്കാരം സന്തോഷത്തോടെ, നമ്മൾ നിർവഹിക്കുന്നത് നമസ്കാരത്തിന് വേണ്ടിയുള്ള ദുആയിരിക്കും സന്തോഷത്തോടെ, സംതൃപ്തിയോടെ. കാരണം അതേ ഉള്ളൂ, 24 മണിക്കൂറിൽ ഒരു 35 മിനിറ്റ് 40 മിനിറ്റ് ഇത്രേ ഉള്ളൂ. ബാക്കി 23 ചില്ലറയും നമ്മുടെ ആവശ്യത്തിനാണ്. നമ്മൾ ഒരാൾക്ക് ദാനം നൽകുന്നു സന്തോഷത്തോടെ, നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു സന്തോഷത്തോടെ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമസ്കാര ശേഷം പറയുന്നു സന്തോഷത്തോടെ. അപ്പോൾ ആരോഗ്യമുള്ള കാലം സന്തോഷത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ, ആരോഗ്യം നഷ്ടപ്പെടുന്ന കാലത്ത് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എന്താണെന്നറിയില്ല, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. നമ്മുടെ ആരോഗ്യമുള്ള കാലം വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ പരമാവധി നിലനിർത്തി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനമാണ്, അത് കുറച്ചാണെങ്കിലും.
അത് കുറച്ചാണെങ്കിൽ സീസൺ, പ്രത്യേക കാലം, പ്രത്യേക സമയം, പിന്നീട് അവസാനിപ്പിക്കുക, അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യമുള്ള കാലം അത് വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന്റെ കാലം ആരോഗ്യം നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച നിയമങ്ങൾക്കും അല്ലാഹുവിന്റെ ഉപദേശങ്ങൾക്കും വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനെ കണിശമായി ശ്രദ്ധിക്കാനും ചെയ്യുന്ന കാര്യങ്ങളെ സംതൃപ്തിയോടുകൂടി നിലനിർത്തി ചെയ്യാനും പരമാവധി നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.